തൃശൂർ വോട്ടർ പട്ടിക ക്രമക്കേടിൽ സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിയുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് ടി.എൻ. പ്രതാപൻ നൽകിയ പരാതിയിലാണ് നടപടി. സുരേഷ് ഗോപിയെ രക്ഷപ്പെടുത്താൻ തൃശൂർ കളക്ടർ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ച് ടി.എൻ. പ്രതാപൻ രംഗത്തെത്തി. സുരേഷ് ഗോപിയും കുടുംബവും ചട്ടം ലംഘിച്ച് മുക്കാട്ടുകരയിലെ 115 നമ്പർ ബൂത്തിൽ 11 വോട്ടുകൾ ചേർത്തു. വോട്ട് ചേർക്കലിന് കൂട്ടുനിന്നു തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചാണ് ടി.എൻ. പ്രതാപൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. പരാതിയിൽ സുഭാഷ് ഗോപിയുടെ മൊഴിയെടുക്കാനാണ് നീക്കം. വൈകാതെ സുഭാഷ് ഗോപിക്ക് നോട്ടീസ് അയക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നിലവിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടില്ല. സുഭാഷ് ഗോപിയുടെ മൊഴി പരിശോധിച്ച ശേഷമാകും ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. ടി.എൻ. പ്രതാപൻ ഉന്നയിച്ച വിഷയങ്ങളിൽ മിക്കതും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിധിയിൽ വരുന്നതായതിനാൽ പോലീസിന് ഇക്കാര്യത്തിൽ എന്തു ചെയ്യാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. ഇതിനിടെ സുരേഷ് ഗോപിയെ തൃശൂർ കളക്ടർ സംരക്ഷിക്കുന്നുവെന്നാരോപിച്ച് ടി.എൻ. പ്രതാപൻ രംഗത്തെത്തി. സുരേഷ് ഗോപിയുടെ വോട്ട് ചേർക്കൽ രേഖകൾ ആവശ്യപ്പെട്ട് അനിലക്കര വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷ ജില്ലാ ചീഫ് ഇലക്ടറൽ ഓഫീസർ നിരസിച്ചത് ഇല്ലാത്ത നിയമം പറഞ്ഞാണെന്നാണ് ആരോപണം. തൃശ്ശൂരിൽ ചേർത്ത വോട്ടുകളിലൂടെ ചേർക്കാൻ വേണ്ടി സബ്മിറ്റ് ചെയ്ത രേഖകൾ വ്യാജവും വ്യാജ പ്രസ്താവനകളും വ്യാജ രേഖകളും നൽകിയാണ് തൃശ്ശൂരിൽ ഇപ്പോഴത്തെ പാർലമെന്റ് മെമ്പർ ഉൾപ്പെടെയുള്ളവരുടെ വോട്ടുകൾ ചേർത്തതെന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ നിയമലംഘനം നടത്തിയിരിക്കുന്നു. ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. ജുഡീഷ്യൽ അന്വേഷണം നടത്തിയ രേഖകൾ മുഴുവൻ പിടിച്ചെടുക്കണം. ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിലിരിക്കുന്ന തൃശ്ശൂരിലെ കലക്ടറേറ്റിലിരിക്കുന്ന എല്ലാ രേഖകളും പിടിച്ചെടുക്കണം. രേഖകൾ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ IT ആപ്ലിക്കേഷൻ ഡാറ്റാ ബാങ്കിലുള്ള ഭൗതിക സ്വത്തായതിനാൽ തരാൻ കഴിയില്ല എന്നാണ് ജില്ലാ ഇലക്ടറൽ ഓഫീസറുടെ മറുപടി. കൈരളി ന്യൂസ്, തൃശൂർ.